ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, തുറന്ന് നിലപാട് പ്രഖ്യാപിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം നമ്മൾ ശിവഗിരിയിൽ വെച്ച് സംസാരിച്ചത് കേട്ടു. ഇപ്പോൾ അതിനേക്കാൾ തീവ്രമായി ആവർത്തിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ. മുസ്ലിം ലീഗാണ് പ്രധാനപ്പെട്ട ടാർഗറ്റ്. ഇപ്പോൾ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒരു വലിയ ഡയലമ അനുഭവിക്കേണ്ടി വരുമോ? വെള്ളാപ്പള്ളിയെ പൂർണ്ണമായ അർത്ഥത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ തള്ളുന്നത് പോലെ അല്ലെങ്കിൽ അതിരൂക്ഷമായി വിമർശിക്കുന്നത് പോലെ വിമർശിക്കാൻ കഴിയുമോ? അതിപ്പോ കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്തിനാണോ ഡയലമയിലേക്ക് പോകുന്നത്? അതായത് ഇപ്പോ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ആരുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് നിൽക്കുന്നത്? അദ്ദേഹം നിൽക്കുന്നത് CPM-ന്റെ, പ്രത്യേകിച്ച് പിണറായി വിജയനോട് ചേർന്നാണ്. അദ്ദേഹത്തിന്റെ തോളിലാണ് ആ കൈകൾ ഇപ്പോഴുള്ളത്. ഇന്നിപ്പോ ഈ ഒരു പ്രതികരണത്തിന്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, ഞാനത് മുഴുവൻ കേട്ടില്ല, അവിടെ നിന്ന് PCR-ൽ നിന്ന് വിളിച്ച കുട്ടി പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഇന്നലെ പിണറായി വിജയൻ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു CPI ഒന്ന് സന്തോഷിപ്പിക്കാൻ, ഒന്ന് സൂചിപ്പിക്കാൻ. അത് അദ്ദേഹത്തെ പ്രകോപിതനാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ അല്ല പറഞ്ഞത്, ഞാൻ ലീഗിനെതിരെയാണ് എന്ന അദ്ദേഹത്തിന്റെ വാദം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് ആയിരിക്കാം ഒരുപക്ഷെ ഇത് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹം കേരളത്തിലെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനെതിരായിട്ട് ഇങ്ങനെ പച്ചവെള്ളം തീപിടിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത്, അതുകൊണ്ട് കോൺഗ്രസിന് ഒരു ഡിലേമ ഉണ്ടാകാൻ പോകുന്നില്ല. അത് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പുകളിൽ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുമെങ്കിൽ അത് മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഇത് അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്. ഇത് ഭാവിയിലെ ഈ ഒരു രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് പോകുന്നെങ്കിൽ CPM-ന് ഡിലേമയാവും. അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ കാര്യങ്ങളെ. സണ്ണിക്കുട്ടി എബ്രഹാം, ഇതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതം വളരെ വലുതാണ്. CPM-ന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളടക്കം എന്തിനാണ് വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങളെ എൻഡോസ് ചെയ്യുന്നത് CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന ചിന്താക്കുഴപ്പത്തിലാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാണ് പലരുടെയും നിരീക്ഷണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷവും, പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായതിനു ശേഷവും ഇപ്പോഴും വെള്ളാപ്പള്ളിയെ കൈവിടാത്തത് എന്തുകൊണ്ടായിരിക്കും? അതെ, സാമൂഹികമായി മാത്രമല്ല രാഷ്ട്രീയമായിട്ടും അത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അദ്ദേഹം ഇത് പറയുമ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിണറായി വിജയന്റെ മനസ്സിലൊരു ലേശമല്ല, സാമാന്യം നല്ല രീതിയിലുള്ള ഒരു മൃദുബന്ധുത്വം ഉണ്ടായിരുന്നു. അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കാര്യമായിട്ട് ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതൊരു വസ്തുതയായിരുന്നു. അപ്പൊ ന്യൂനപക്ഷം പോയി കഴിഞ്ഞാൽ നമുക്ക് ഭൂരിപക്ഷം വേണം. പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ഈഴവ വോട്ടുകൾ തിരിച്ചു പിടിക്കണം. ആ ഒരു മൃദുബന്ധുത്വം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അന്ന് വെള്ളാപ്പള്ളി നടേശനെ പ്രോത്സാഹിപ്പിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിലരോടൊക്കെ ഉണ്ടായിരുന്ന ദേഷ്യവും കാലുഷ്യവും ഒക്കെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. അതിനെ പ്രോത്സാഹിപ്പിച്ചു ആര്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പൊ ഇനിയും കൈ കഴുകാനും അദ്ദേഹത്തെ വെള്ളപൂശാനും നോക്കിയിട്ട് എന്താണ് കാരണം? ഇത്തരത്തിലുള്ള ആളുകളുമായി കൂട്ടുകൂട്ടിയാൽ അത് ആ പാർട്ടിക്ക് തന്നെ, CPM-ന് തന്നെയാണ് ദോഷം വരിക. എങ്ങനെയാണ് ഒരു പത്രലേഖകനെ നിങ്ങൾക്ക് തീവ്രവാദി എന്ന് വിളിക്കാൻ തോന്നുക? എന്ത് പ്രത്യേക കാരണത്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുക? അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണോ? എനിക്ക് ആരെയാ വിളിച്ചതെന്ന് അറിഞ്ഞുകൂടാ. കേരളത്തിലെ ഒരു അദ്ദേഹത്തോട് സംസാരിക്കുന്നു, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരു പത്രലേഖകൻ തീവ്രവാദിയാണെന്നൊന്നും നമുക്കങ്ങോട്ട് വിശ്വസിക്കാറായിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഒരു വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരു പത്രലേഖകനെ ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ തീവ്രവാദി എന്ന് വിശേഷിപ്പിക്കുക, അങ്ങനെ ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്, അവകാശമുള്ളത്? അല്ല, അങ്ങനെ വിളിക്കുന്നത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നും ഉണ്ടായില്ല. ഈരാറ്റുവേട്ടക്കാരനാണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇപ്പോൾ ഈരാറ്റുവേട്ടയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ തീവ്രവാദികളാണെന്നാണോ വെള്ളാപ്പള്ളി നടേശൻ വിചാരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും വളരെ പേടിപ്പിക്കുന്നതോ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്നതോ ആയിട്ടുള്ള പ്രതികരണങ്ങളാണ്. പേടിപ്പിക്കുന്നതാണ്. നമുക്ക് RSSകാരോ സംഘപരിവാരമോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരുടെ ലൈനാണ്, രീതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് SNDP-യുടെ ജനറൽ സെക്രട്ടറിയാ. SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ആലോചിക്കണം. ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും ചേർന്ന് ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി സ്ഥാപിച്ചതാണ് ഈ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഈരാറ്റുപേട്ടക്കാരനായതുകൊണ്ട് അയാൾ തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞാല് അത് നിരാശയല്ല, പേടിപ്പിക്കുന്നതാണ്, അമ്പരപ്പിക്കുന്നതാണ്. ആ സിറ്റുവേഷൻ അപകടകരമാണത്. അപകടകരമാണ്. വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്. അപകടകരമാണ്. മാധ്യമപ്രവർത്തകരെ പേര് നോക്കി, ആ പേരിലെ മതം നോക്കി തീവ്രവാദി, ഭീകരവാദി എന്നൊക്കെ മുദ്ര കുത്തുന്നത്, അതും കേരളത്തിലെ പ്രമുഖനായ ഒരു സമുദായ നേതാവ് മുദ്ര കുത്തുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്, അപകടകരമാണ്, ഭീതിപ്പെടുത്തുന്നതാണ്. ഞാൻ ആ നിരീക്ഷണത്തോട് യോജിക്കുന്നു.